ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. നമ്മുടെ വിശേഷതയേറിയൊരു പഠന പരമ്പര വിശുദ്ധ വേദപുസ്തകമായ ബൈബിളിനെക്കുറിച്ചുള്ളത്. 94-ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. 94-ാമത്തെ അവതരണം നാം പഠിക്കുകയും ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നത് ബൈബിൾ മനസ്സിലാക്കാൻ കഴിയുമോ? ബൈബിൾ മനുഷ്യർക്ക് വായിച്ച് ഗ്രഹിക്കാൻ കഴിയുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ വ്യക്തമായി കണ്ടു. ദൈവം നൽകിത്തന്ന ദൈവത്തിൻ്റെ വെളിപാടായ വിശുദ്ധ വേദപുസ്തകം ബൈബിൾ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഗ്രന്ഥം തന്നെയാണ്. മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം അത് മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ദൈവം മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തൻ്റെ വചനം മനുഷ്യർ വായിച്ച് ഗ്രഹിക്കണമെന്നാണ്. അത് ദൈവത്തിൻ്റെ ആഗ്രഹം. എല്ലാവരും സത്യം അറിയണം, സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. സത്യമറിയുമ്പോഴാണ് നാം സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടു, ദൈവം ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം എല്ലാ വിശ്വാസികളും വിശ്വാസത്തിൽ വളർച്ച പ്രാപിക്കണം. ഈ വളർച്ച പ്രാപിക്കുന്നത് വചനത്തിലൂടെയാണ്, ദൈവവചന പരിജ്ഞാനത്തിലൂടെയാണ് വളർച്ച പ്രാപിക്കുന്നത്. അതുകൊണ്ട് വചനം അറിയുക ആവശ്യം. മൂന്നാമത് ദൈവം പ്രതീക്ഷിക്കുന്നത് ദൈവവചനത്തെ യഥാർത്ഥമായി വിഭാഗിക്കണം. ദൈവവചനത്തെ വെറുതെ വായിച്ചാൽ പോരെ. അത് ഏത് കാലഘട്ടത്തിൽ, പുതിയമകാലമാണോ പഴയമകാലമാണോ, നമുക്ക് വേണ്ടിയുള്ളത് കൽപ്പന ഏതാണ് എന്നൊക്കെ വ്യക്തമായി വിഭാഗിച്ച് പഠിക്കണം. അത് ആവശ്യമാണ്. ദൈവം പ്രതീക്ഷിക്കുന്നു. നാലാമത് ദൈവം പ്രതീക്ഷിക്കുന്നത് ഒരിക്കൽ മർമ്മമായിരുന്നത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നത് നാം തിരിച്ചറിയണം. ദൈവമർമ്മങ്ങൾ കർത്താവ് യേശുവിൻ്റെ ആഗമനത്തിലൂടെ, മരണമടക്കം ഉയർപ്പും സ്വർഗാരോഹണത്തിലൂടെയൊക്കെ പൂർണ്ണമായ നമുക്ക് നൽകപ്പെട്ട സുവിശേഷ സത്യം അതൊരിക്കൽ മർമ്മമായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. അവസാനമായി നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കണ്ടത് നാം തിരുവെഴുത്തുകളെ പരിശോധിക്കുന്നവരാകണം. തിരുവെഴുത്തുകൾ പരിശോധിക്കണം. വെറുതെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയല്ല, തിരുവെഴുത്തുകൾ നാം പരിശോധിക്കേണ്ടവരായിരിക്കണം. അപ്പോൾ ഇത് ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ കണ്ടു. വചനം ഗ്രഹിക്കുവാൻ കഴിയും. ബൈബിൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറയുന്നവർ ശരിക്കത് മനസ്സിലാക്കാൻ ആഗ്രഹിക്കാത്തവരാണ്. 10ഓളം കാര്യങ്ങൾ നാം ആ കാര്യത്തിൽ കണ്ടു കഴിഞ്ഞു. എന്തുകൊണ്ട് ബൈബിൾ മനസ്സിലാക്കാൻ പലർക്കും കഴിയുന്നില്ല? തടസ്സങ്ങൾ എന്താണ്? ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഇതിൻ്റെ മറുവശത്ത് മറ്റൊരു കാര്യം, ബൈബിൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, ബൈബിൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. എല്ലാവർക്കും ഒരുപോലെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഈ വിഷയം. ഒരു വ്യക്തി ചിലപ്പോൾ ഒരു ചോദ്യം ഉന്നയിച്ചെന്ന് വരും, ബൈബിളിലുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? ആ ചോദ്യത്തിനുള്ള ഉത്തരം സാധിക്കില്ല. ബൈബിളിലുള്ള എല്ലാ കാര്യങ്ങളും ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത് ചിന്തിച്ച് നോക്കുക. ഇപ്പം നാം ദൈവം വചനത്തിൽ വെളിപ്പെടുത്തിയ എല്ലാ സത്യങ്ങളും എല്ലാ കാര്യങ്ങളും ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. അതിനു വേണ്ടിയുള്ള സമയം മനുഷ്യൻ്റെ ഭാഗത്ത് പലപ്പോഴും കൊടുക്കാൻ തയ്യാറല്ല. മാത്രമല്ല, നാം ജീവിക്കുന്ന ലോകത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ ചിന്താഗതികൾ, അതിൻ്റെ പരിമിതികൾ, ദൈവം വചനത്തിൽ വെളിപ്പെടുത്തിയ അമാനുഷികമായ, സ്വർഗീയമായ, ഉന്നതമായിട്ടുള്ള ദൈവത്തിൻ്റെ ലോകത്തിൽ നിന്നുള്ള കാര്യങ്ങൾ, അത് പലതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ്. ഇപ്പം ചില കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ചുള്ളത്, നിത്യതയെക്കുറിച്ചുള്ളത്, മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ളത്, സ്വർഗത്തിലെ ഭവനത്തെക്കുറിച്ചുള്ളത്, നാം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ലഭിക്കുന്ന ശരീരത്തെക്കുറിച്ചുള്ളത്, നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലങ്ങളെക്കുറിച്ച്, ഇങ്ങനെ അനവധി കാര്യങ്ങൾ വചനത്തിൽ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല. ഭാഗികമായിട്ട് മാത്രമേ വെളിപ്പെടുത്തി. ചില സൂചനകൾ മാത്രമേ നമുക്ക് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ളൂ. പാതാളത്തിലുള്ള ജീവിതം എങ്ങനെയായിരിക്കും, പർദീസയിലെ യാതനാ സ്ഥലത്ത്, അവിടെ നിന്ന് നരകത്തിലേക്ക്, സ്വർഗത്തിലേക്ക്, ഈ വിഷയങ്ങളെക്കുറിച്ച് സൂചനകൾ മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ചില പ്രവചനങ്ങൾ, കർത്താവ് യേശുവിൻ്റെ രണ്ടാം വരവുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ. പ്രവചനം എപ്പോഴും പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയുന്നത് അത് നിവൃത്തിയായതിന് ശേഷമാണ്. ഇപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ നിവൃത്തീകരണത്തിന് ശേഷമാണ്. അപ്പോൾ യഹൂദന്മാരെ പോലെ തന്നെ പഴയ പ്രവചനങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. വരാനിരിക്കുന്ന രാജ്യത്തെക്കുറിച്ചും മച്ചിഹായെക്കുറിച്ചും ഉൽപ്പത്തി പുസ്തകം മുതൽ തന്നെ നൽകപ്പെട്ട പ്രവചനങ്ങൾ യഹൂദന്മാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അതേപോലെ തന്നെയാണ്. അപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ അതിൻ്റേതായ പരിമിതികളുണ്ട്. ആയതിനാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പൂർണ്ണമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കില്ല. ദൈവം അത് ആഗ്രഹിക്കുന്നുമില്ല നമ്മെ സംബന്ധിച്ച്.
ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ദൈവം നമുക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ആവർത്തന പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം, മലയാളത്തിൽ 28-ാമത്തെ വാക്യമായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ആവർത്തന പുസ്തകം, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവയത്രേ, വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായപ്രമാണത്തിൻ്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്ക് നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു. അപ്പം മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടെന്ന് വചനം പഴയവത്തിൽ തന്നെ അത് സാക്ഷ്യപ്പെടുത്തി. നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. മനുഷ്യരായി നമുക്ക് ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവഭക്തിയിലും ദൈവത്തോടുള്ള ബന്ധത്തിലും വിശ്വസ്തരായി ഭക്തിയോടെ ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ദൈവവചനത്തിലെ ചില ഭാഗങ്ങൾ മനസ്സിലാക്കാൻ ആത്മീക പക്വതയുടെ കുറവ് കൊണ്ട് ചിലപ്പോൾ സാധിക്കില്ല. അപ്പോസ്തലനായ പത്രോസും ഇങ്ങനൊരു അവസ്ഥ നേരിട്ടതായിട്ട് എഴുതിയിട്ടുണ്ട്. പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങളെന്ന് കേൾക്കുക. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 15-16. അവിടെ കർത്താവ് യേശുവിന്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. കർത്താവ് യേശുവിന്റെ രണ്ടാം വരവിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, മനുഷ്യൻ്റെ രൂപാന്തരം, അങ്ങനെ പല കാര്യങ്ങളും പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക ലേഖനത്തിൽ മറ്റു പല ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നതിനെക്കുറിച്ചാണ്. എഴുതിയിട്ടുണ്ടല്ലോ. ഇനി പറയുന്നത് ശ്രദ്ധിക്കാം. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. പത്രോസ് തന്നെ പറയുകയാണ്, പൗലോസ് എഴുതിയ എഴുത്തുകളിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ തന്നെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയും. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ സാധാരണ മനുഷ്യർ അവരുടെ സൗകര്യമനുസരിച്ച് വ്യാഖ്യാനിക്കും. ഇവിടെ പൗലോസ് ലേഖനത്തിലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പലരും അസ്ഥിരന്മാരായിട്ടുള്ളവരെന്നാണ് അവരെ വിളിച്ച, അറിവില്ലാത്തവർ, അത് കോട്ടിക്കളയും. ഇത് വളരെ രസകരമായൊരു വേദഭാഗമാണ്. കാരണം 16-ാം വാക്യത്തിൽ പത്രോസാണ് എഴുതുന്നത് പൗലോസിൻ്റെ ലേഖനങ്ങളെക്കുറിച്ചാണ്. പൗലോസിൻ്റെ ലേഖനങ്ങളും തിരുവെഴുത്തുകളാണ് എന്നുള്ളതിൻ്റെ സാക്ഷ്യം കൂടിയാണ്. അല്ല, പൗലോസ് സ്വന്തം ആലോചന പറയാൻ എഴുതിയതല്ല, ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളാണ്, ദൈവശ്വാസീയമാണ്, തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം എന്ന് പറയുന്നു. പക്ഷെ പത്രോസ് പറയുന്ന അതിൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ള ചിലതുണ്ട്. പത്രോസിന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പത്രോസ് ദൈവശ്വാസീയത ഉണ്ടായിരുന്ന അപ്പോസ്തലനാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ് പത്രോസിൻ്റെ ലേഖനങ്ങൾ എഴുതുന്നത്. ദൈവശ്വാസീയനായ മനുഷ്യനാണ്. പത്രോസിന് പോലും പൗലോസിൻ്റെ ചില എഴുത്തുകൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയും. ഈ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾക്കുണ്ട് പത്രോസ് പ്രാർത്ഥിച്ചതായിട്ട് അവിടെ എഴുതുന്നില്ല. നമ്മോടും അങ്ങനെയുള്ള വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ പ്രാർത്ഥിക്കാനായിട്ടും പറയുന്നില്ല. കാരണം പത്രോസ് ദൈവശ്വാസീയനായി ദൈവത്തിൻ്റെ തിരുവെഴുത്ത് എഴുതപ്പെട്ടവനാണെങ്കിലും അത് മനസ്സിലാക്കുവാൻ താൻ ദൈവശ്വാസീയനല്ല. നമ്മളാരും ദൈവശ്വാസീയരല്ല. അപ്പോസ്തലന്മാരെ സംബന്ധിച്ച് മാത്രമുള്ളൊരു പദവിയാണ് തിരുവെഴുത്തുകൾ വെളിപ്പെടുത്താനും എഴുതുവാനും. പക്ഷെ അത് മനസ്സിലാക്കാൻ ആ ദൈവശ്വാസീയത അവർക്ക് ലഭിച്ചത് സഹായിച്ചില്ല. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറഞ്ഞത്. മാത്രമല്ല പത്രോസ് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്നല്ല, അവ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. ചില കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. എല്ലാം പൗലോസ് എഴുതിയ എല്ലാ ലേഖനങ്ങളും വായിച്ചാൽ മനസ്സിലാകില്ലെന്നല്ല പറഞ്ഞത്. അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ചില ഭാഗങ്ങളുണ്ട്. ചില ഭാഗങ്ങൾ, എല്ലാ ഭാഗങ്ങളുമല്ല, അതും മനസ്സിലാക്കാം. ചില ഭാഗങ്ങൾ, ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ഒരു പക്ഷേ മനസ്സിലാക്കാൻ കഴിയും അധിക സമയം ബൈബിൾ പഠനത്തിൽ ചെലവിട്ട് അത് മനസ്സിലാക്കാൻ കഴിയും. നാം എപ്പോഴും ഇത് ഓർക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവമക്കൾ വചനം പഠിക്കണം, ശ്രദ്ധയോടെ പഠിക്കണം, സമർപ്പിക്കപ്പെട്ട നിലയിൽ പഠിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു, ബറോവയിലുള്ളവരെ പോലെ. അപ്പം അങ്ങനെ പഠിക്കാൻ തയ്യാറായില്ലെങ്കിൽ പലപ്പോഴും ബൈബിൾ ശരിക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ബൈബിൾ പഠിക്കാൻ ദൈവം പ്രതീക്ഷിക്കുന്ന, ആഗ്രഹിക്കുന്ന കാര്യമാണത്. എല്ലാവരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തണം. പത്രോസ് ലേഖനം അവസാനിപ്പിക്കുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്, കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരണം. സ്നാനമേറ്റ നാൾ മുതൽ ഇത്രയും വർഷം കഴിയുമ്പോൾ നമുക്കൊരു ആത്മീക വളർച്ച ഉണ്ടായിരിക്കണം. അത് വചനത്തിലൂടെ, വ്യക്തിപരമായ പഠനത്തിലൂടെയാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർ പറയുന്ന മാത്രം വിശ്വസിച്ചുകൊണ്ടിരിക്കും. അവർ നമ്മളെ വഴിതെറ്റിയാലും നാം വഴി തെറ്റിയെന്നറിയില്ല. നമുക്കറിയാൻ കഴിയണം വചനസത്യം എന്താണ്, പഠിച്ച് മനസ്സിലാക്കണം.
അപ്പോൾ തെറ്റായി പ്രസംഗിക്കുന്നവരെ, തെറ്റായി വഴി തെറ്റിക്കുന്നവരെ നമുക്ക് അറിയാൻ പറ്റും. പലപ്പോഴും പുതിയ അനേക തെളിവുകൾ കാണാം. അനന്യാസ് സഫീറയുടെ കാര്യത്തിൽ കാണാം, അല്ലെങ്കിൽ അക്വിലയുടെയും പ്രിസ്കില്ലയുടെയും കാര്യത്തിൽ കാണാം. കേൾക്കുന്ന ഉപദേശം പൂർണ്ണമല്ല എന്ന് ബോധ്യമുള്ളവർ, അവർക്ക് ബോധ്യം എവിടുന്ന് കിട്ടി? വചനത്തിൽ നിന്ന് കിട്ടി. അപ്പോൾ നാം ഉറപ്പുള്ളവരായിരിക്കണം. ദിവസം 1 മണിക്കൂറെങ്കിലും ദൈവത്തിന് വേണ്ടി ചെലവിടാനായിട്ട് തയ്യാറായിട്ടുള്ളവർക്ക് വചനം പ്രാഗൽഭ്യത്തോടെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടാകും. ഏറ്റവും വലിയ ഗുണം വഴിതെറ്റാതിരിക്കും. മറ്റുള്ളവർ നമ്മൾക്ക് കോരിത്തന്ന ആഹാരം കഴിച്ച് ശീലിക്കുമ്പോഴാണ് ഈ കുഴപ്പം. നമുക്ക് വചനം പഠനമുണ്ടാകണം. അമ്മമാർക്കും അപ്പന്മാർക്കും മക്കളും യൗവനക്കാരും എല്ലാവർക്കും വാർദ്ധക്യത്തിലെത്തിയാലും കൂടുതൽ സമയം വചനം വായിക്കാൻ സമയം കിട്ടുന്നവരാണ്. ഉപയോഗിക്കണം. അത് നമ്മൾ വചനം പരിജ്ഞാനമുള്ളവരാകണം. ഇപ്പോൾ അങ്ങനെ ഒരു സമർപ്പണം ദൈവമക്കളുടെ ഭാഗത്തുണ്ടായാൽ നമ്മളെ ദൈവത്തിങ്കിലേക്ക് ആനയിക്കപ്പെടും. ദൈവത്തോട് അടുത്ത് നിൽക്കും. സാത്താൻ അകന്ന് നിൽക്കും. ദുരുപദേശം അകന്ന് നിൽക്കും. തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകും. അതേ സമയത്ത് നമ്മൾ കണ്ടു, ബൈബിൾ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല, ബൈബിൾ മനസ്സിലാക്കാൻ ഒരുപോലെ മനസ്സിലാക്കാൻ, എല്ലാവരും ഒരുമിച്ച് നിൽക്കുവാൻ കഴിയുന്ന വിധത്തിൽ ഒരുപോലെ മനസ്സിലാക്കാൻ ബൈബിൾ കഴിയും. അതും വചനം നൽകുന്ന കാര്യമാണ്. മനസ്സിലാക്കാൻ കഴിയും, നമ്മൾ വ്യക്തമായി കണ്ടു, ദൈവം ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, നാം അറിയേണ്ട കാര്യങ്ങൾ ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയും. ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയും. ശരിയാണ്, ചില വേദഭാഗങ്ങൾ ചിലപ്പോൾ മറ്റൊരു അഭിപ്രായം ഉണ്ടായെന്ന് വരാം. ചില വ്യത്യസ്തമായിട്ടുള്ള ആലോചന, അഭിപ്രായം, വ്യാഖ്യാനം ആ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായെന്ന് വരാം. ദൈവം അത് നിഷേധിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും, എല്ലാ വിഷയത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരുപോലെ എല്ലാവരും വിശ്വസിക്കുമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതേയില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, പറയാൻ പോകുന്നത് അടിസ്ഥാന ഉപദേശം. അടിസ്ഥാന ഉപദേശത്തിൽ ഒരു വിട്ടുവീഴ്ചയും ദൈവം ആവശ്യപ്പെടില്ല, ദൈവം ഇഷ്ടപ്പെടുകയുമില്ല. അടിസ്ഥാനപരമായ ഉപദേശങ്ങൾ, അടിസ്ഥാനപരമായ ഉപദേശങ്ങളുടെ വ്യാഖ്യാനത്തിൽ വ്യത്യാസം വരാൻ പാടില്ല. ഉദാഹരണത്തിന് കർത്താവ് യേശുവിൻ്റെ ദൈവികത്വം, രക്ഷയ്ക്ക് വേണ്ടിയുള്ള പടികൾ, ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന കാര്യങ്ങൾ, സ്നാനത്തെക്കുറിച്ചുള്ള ഉപദേശം, ഇങ്ങനെയുള്ള അടിസ്ഥാന ഉപദേശങ്ങൾ പലതുണ്ട്. പുതിയ നിയമത്തിൽ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട അടിസ്ഥാനം, അതായത് നമ്മൾ നിൽക്കുന്ന ഉപദേശം, അതിനിളക്കം വരരുത്. അതിനിളക്കം വരുന്ന ഒരു വ്യാഖ്യാനവും അനുവദിക്കരുത്. അത് വളരെ ആവശ്യമാണ്. ന്യായവിധിയെക്കുറിച്ച്, കർത്താവ് യേശുവാണ് ന്യായാസനത്തിൽ നിന്ന് വിധിക്കുന്നതിനെക്കുറിച്ച്, നമ്മുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടാകുമെന്നതിനെക്കുറിച്ച്, സുവിശേഷം കേട്ട് അനുസരിക്കുന്നവരാണ് രക്ഷയിലേക്ക് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച്, ഇങ്ങനെ അനവധി അടിസ്ഥാന കാര്യങ്ങളുണ്ട്. അതിൽ ഒരു വ്യത്യാസതയും അനുവദിക്കില്ല. പക്ഷേ അല്ലാത്ത, അടിസ്ഥാനമല്ലാത്ത പല പല കാര്യങ്ങളുണ്ടാകാം. വെളുത്ത വസ്ത്രം ധരിക്കണോ, മാലയിടണോ, ചെരുപ്പിടണോ, കണ്ണടച്ച് പ്രാർത്ഥിക്കണോ, കണ്ണ് തുറന്ന് പ്രാർത്ഥിക്കണോ, ഇങ്ങനെയുള്ള പല പല നിസ്സാര കാര്യങ്ങളുണ്ട്. അടിസ്ഥാനപരമല്ലാത്ത കാര്യങ്ങൾ, അവയുടെ പേരിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായെന്ന് വരും. അത് കൂടുതൽ നമുക്ക് പിന്നീടുള്ള നാളുകൾ നമ്മൾ പഠിക്കുന്നതാണ്. അതിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഐക്യതയെ മാനിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിക്കുകയും കരുതുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാന വിഷയങ്ങൾ അത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, അടിസ്ഥാന വിഷയമാണ്. കർത്താവ് യേശുവിനെ ദൈവത്വം ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, അതരം കൊണ്ട് ഏറ്റുപറയണം. അതിനകത്ത് വലിയ വ്യത്യാസം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല മനസ്സിലാക്കാൻ. വിശ്വാസത്തല്ല ദൈവത്തിനടുക്കൽ വരാൻ കഴിയില്ല. പരിശുദ്ധാത്മാവിൻ്റെ ദാനമായി ലഭിക്കും. നാം അതിനനുസരിച്ച് സ്നാനപ്പെടുമ്പോൾ പാപമോചനം പ്രാപിക്കുന്നതോടൊപ്പം പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിക്കും. ഇങ്ങനെ അടിസ്ഥാനപരമായി കർത്താവിൻ്റെ ഏക ശരീരമായ ഏകസഭ, ആരാധന ആത്മാവിൻ്റെ സത്യത്തിലുമാണ്. ഈ വിഷയങ്ങളൊക്കെ ഒന്നും ഒരു വിട്ടുവീഴ്ച ദൈവം അനുവദിക്കില്ല. ഈ വിഷയത്തിൻ്റെ പേരിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയും. ഈ വിഷയത്തിൽ വ്യത്യാസം പുലർത്തുന്നവരുമായിട്ട് പിന്നെ ഐക്യതയില്ല. അടിസ്ഥാന വിഷയങ്ങൾ, അതിൽ വ്യത്യാസം വരുത്തുന്നവരുമായി യഥാർത്ഥ ഐക്യത സാധിക്കില്ല. പക്ഷേ ചില വ്യാഖ്യാനങ്ങൾ, ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെ അവരായിരിക്കുന്ന സംഘടനകൾ, മറ്റു സ്വാധീനങ്ങളിലെല്ലാം അവർക്ക് വ്യക്തമായി മനസ്സിലാക്കാത്തതുകൊണ്ട് ചില നിഗമനങ്ങളും അനുമാനങ്ങളും വെച്ച് പുലർത്തുന്നവരുണ്ടാകും. അടിസ്ഥാനമല്ലാത്ത വിഷയങ്ങൾ, അവരുമായി നമ്മൾ വഴക്കിന് പോകുകയോ തർക്കിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല.
അത് ഉൾക്കൊള്ളുക. എന്തുകൊണ്ടാണ് ബൈബിൾ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയുന്നത്? എന്തെങ്കിലും നമുക്ക് ന്യായമായ കാരണം വേണം. എല്ലാവർക്കും ബൈബിൾ ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയും, പ്രത്യേകിച്ച് അടിസ്ഥാന വിഷയങ്ങൾ ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയും എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ്? പലർക്കും അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്, വിശ്വസിക്കില്ല, സമ്മതിച്ചിരില്ല. എല്ലാവർക്കും ബൈബിൾ മനസ്സിലാക്കാൻ കഴിയും? ഒരിക്കലുമില്ല. അങ്ങനെയാണ് ഇത്രയും നാമധേയ വിഭാഗങ്ങൾ ഉണ്ടാകുമോ? ശരിയാണ്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്തെ കാരണം, ദൈവം പ്രതീക്ഷിക്കുന്നത് ഐക്യതയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 20-21 വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയാണ്. കർത്താവ് യേശു പ്രാർത്ഥിക്കുകയാണ്, പിതാവായ ദൈവത്തോട് ഒരു മഹാപുരോഹിതൻ എന്ന പോലെ ലോകത്തിന് വേണ്ടി, അപ്പോസ്തലന്മാർക്ക് വേണ്ടി, ഭാവിയിൽ ക്രിസ്തുവിലെ വിശ്വാസത്തിൽ വരാനിരിക്കുന്നവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുക. എന്താ യേശു പ്രാർത്ഥിച്ചു? കർത്താവ് യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, വെറൊരു മനുഷ്യൻ്റെ പ്രാർത്ഥനയല്ല, ദൈവപുത്രൻ്റെ പ്രാർത്ഥന. എന്താ യേശു പ്രാർത്ഥിച്ചത്? ഇവർക്ക് വേണ്ടി മാത്രമല്ല, അത് അപ്പോസ്തലന്മാരെക്കുറിച്ച്, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ, ഇതിൽ അപ്പോസ്തലിക ഉപദേശം, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയും എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. മുൻകൂട്ടി പ്രാർത്ഥിച്ചിരിക്കുകയാണ് വിശ്വാസഗോളത്തിന് വേണ്ടി. എന്താ യേശു പ്രാർത്ഥിച്ചത്? നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്. ആര്? അപ്പോസ്തലന്മാരുടെ പ്രസംഗത്താൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ള എല്ലാവരും. പ്രസംഗം കേട്ടതുകൊണ്ട് മാത്രമായില്ല, ക്രിസ്തുവിലേക്ക് വരിക, അതായത് സ്നാനത്തിലൂടെ ഒരുവൻ ക്രിസ്തുവിൽ വരുന്നു. ക്രിസ്തുവിലേക്ക് വന്ന എല്ലാവർക്കും വേണ്ടി യേശു പ്രാർത്ഥിച്ചത്, നീ എന്നെ അയച്ചിരിക്കുന്നെന്ന് ലോകം വിശ്വസിക്കണം. ലോകത്തിൽ ഇന്നും ക്രിസ്ത്യാനിത്വത്തെ അകന്നിരിക്കുന്നതിനുള്ള ഒരു കാരണം അതാണ്, ക്രിസ്തീയ ഗോളത്തിലെ ഭിന്നത. നീ എന്നെ അയച്ചിരിക്കുന്ന ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്. പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിനും തന്നെ. ഇതാണ് ക്രിസ്തു പ്രാർത്ഥിച്ചത്. വിശ്വാസികൾ, ദൈവമക്കൾ, ക്രിസ്തുവിൻ്റെ അനുയായികൾ തമ്മിലുള്ള ഐക്യത, അതാണ് ക്രിസ്തു പ്രാർത്ഥിച്ചത്. ശ്രദ്ധിക്കുക, ഈ ഐക്യത സാധ്യമല്ലെങ്കിൽ, ഈ ഐക്യത ഒരിക്കലും സംഭവിക്കാൻ സാധിക്കില്ലെങ്കിൽ യേശു പ്രാർത്ഥിക്കില്ല, കർത്താവ് യേശു പ്രാർത്ഥിക്കില്ല. ഒരിക്കലും അസാധ്യമായൊരു കാര്യത്തിന് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കില്ല. നമ്മൾ പ്രാർത്ഥിക്കും നമ്മുടെ ആഗ്രഹം കൊണ്ട്. പക്ഷെ കർത്താവ് അസാധ്യം, ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യം, സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ലാത്തൊരു കാര്യം യേശു പ്രാർത്ഥിക്കില്ല. അപ്പോൾ യേശു പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സംഭവിക്കും. അപ്പോൾ പ്രശ്നം മനുഷ്യരുടേതാണ്, മനുഷ്യരുടെ താല്പര്യമില്ലായ്മ, ആഗ്രഹമില്ലായ്മ, വിട്ടുവീഴ്ച ചെയ്യാനുള്ള കുറവ്, സ്വാർത്ഥത, നിഗളം, സാഠ്യം, ദുരഭിമാനം, ഇതൊക്കെയാണ് ഈ വിഭാഗീയത ഉണ്ടാക്കിയത്. അപ്പോൾ നാം വ്യക്തമായി മനസ്സിലാക്കണം, കർത്താവ് യേശുവിൻ്റെ ഉപദേശത്തിൽ, അതായത് അപ്പോസ്തലന്മാരുടെ ക്രിസ്തുവിൻ്റെ ഉപദേശം തന്നെയാണ്, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വിശ്വാസികൾക്കും ഒന്നായിരിക്കാൻ കഴിയും. ഒന്നായിരിക്കും. ഇതായിരിക്കണം ഓരോ വിശ്വാസിയുടെയും പ്രാർത്ഥന. യേശുവിൻ്റെ പ്രാർത്ഥന ഏറ്റെടുക്കണം. പുതിയ നിയമമാണ് യേശുവിൻ്റെ വചനം, സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള യേശുവിൻ്റെ വചനമാണ്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും ഒരു കൂട്ടായ്മയിലേക്ക്, ഒരു അടിസ്ഥാന ഉപദേശത്തിൽ നിന്നുകൊണ്ട് ഒരു കൂട്ടായ്മയിൽ എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ കഴിയും എന്നത് സത്യമാണ്. ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങളിൽ നിലനിന്നുകൊണ്ടാണ് ഈ കൂട്ടായ്മ സാധിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഇത് തന്നെയാണ്. കൊരിന്ത ലേഖനത്തിൽ പൗലോസ് അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം അല്ല 10-ാം വാക്യം, സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും, കൊരിന്തിലുള്ള എല്ലാവരോടും നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുക. അതാണ് ഉപദേശപരമായ അടിസ്ഥാന ഉപദേശം. വ്യത്യാസം പാടില്ല. അതിൽ വ്യത്യാസമുണ്ടെങ്കിൽ ആ വ്യക്തി അവരിൽ നിന്ന് അകന്നു പോകണം. അടിസ്ഥാന ഉപദേശത്തിൽ വ്യത്യാസമുള്ളവർ വിശ്വാസികളുടെ കൂടെ കാണരുത്. അവർക്ക് അവരുടെ ആ നിലപാട് കൊണ്ട് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ട് വരും. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ, അതായത് അഭിപ്രായ വ്യത്യാസങ്ങൾ മറ്റ് ചില നിസ്സാര കാര്യത്തിലുണ്ടാകും, പക്ഷെ അത് കർത്താവിനെ പ്രതി അതെല്ലാം ക്ഷമിക്കുക. നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. ഇത് അധികാരവചനമാണ്, ഒരു അഭിപ്രായമല്ല. യേശുവിൻ്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുകയാണ് ഇതേ പൗലോസ് എഫെസോസിലുള്ള വിശ്വാസികൾക്ക് എഴുതുമ്പോൾ അവരോട് ഇതിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ പറഞ്ഞു കൊടുക്കും. എങ്ങനെ ഈ ഐക്യത സാധിക്കും,
എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലെ 4 മുതൽ 6 വരെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശ. ഇപ്പോൾ എല്ലാ വിശ്വാസികളും തമ്മിൽ അടിസ്ഥാനപരമായിട്ടുണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ അവിടെ കാണാം. അടിസ്ഥാന വിഷയങ്ങൾ എന്തെന്നറിയാൻ ഈ വാക്യം ശ്രദ്ധിച്ചാൽ മതി. ഏക പ്രത്യാശ, അതിൽ വ്യത്യാസം പാടില്ല. 144,000 പേർക്ക് ഒരു പ്രത്യാശ, മഹാപുരുഷാരത്തിന് വേറൊരു പ്രത്യാശ, അങ്ങനെയില്ല. ഏക പ്രത്യാശ. നിങ്ങളെ വിളിച്ചുള്ള ശരീരം ഒന്ന്, സഭ ഒന്നേ ഉള്ളൂ. ഇത് അടിസ്ഥാന വിഷയമാണ്. ആത്മാവൊന്ന്, പരിശുദ്ധാത്മാവ് ഒന്നേ ഉള്ളൂ. പലതരത്തിൽ പ്രവർത്തിക്കുന്ന ആത്മാവില്ല. പല വരങ്ങളുണ്ടാകാം. ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, മനുഷ്യകുലത്തിൽ രക്ഷിതാവായ കർത്താവായ യേശു മാത്രം, ഏകമധ്യസ്ഥൻ. വിശ്വാസമൊന്ന്, ഒരു മാർഗമേ ഉള്ളൂ, വിശ്വാസമാർഗം. വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, നിമഞ്ജന സ്നാനം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൽ വെള്ളത്തിലുള്ള നിമഞ്ജന സ്നാനം. ഇതെഴുതുന്ന കാലഘട്ടത്തിൽ അതാണ് പ്രചരിച്ചിരുന്നത്, വിശ്വസിച്ചിരുന്നത്. സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. പിതാവായ ഒരു ദൈവം, ഒരു കർത്താവ്, ഒരു ആത്മാവ്, ഒരു ശരീരം, ഒരു പ്രത്യാശ, ഒരു വിശ്വാസം, ഒരു സ്നാനം. അടിസ്ഥാന വിഷയങ്ങളാണ്. ഇതിൽ ഒരു വിട്ടുവീഴ്ചയും ദൈവം അനുവദിക്കില്ല. ഫിലിപ്പ് ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 27-ാം വാക്യം. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ. പൗലോസ് കാരാഗൃഹത്തിലാണ്, ഫിലിപ്പസ് സഭയോട് എഴുതുകയാണ്. നിങ്ങൾ ഏക ആത്മാവിനാൽ നിലനിന്ന്, എല്ലാ ദൈവമക്കളിലും ഒരു ആത്മാവായിരിക്കണം. ഏകാത്മാവിനാൽ നിലനിന്ന് എതിരാളികൾ ഒന്നിലും കുലുങ്ങിപ്പോകാതെ. ശത്രുവിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ ദൈവമക്കൾ ഒറ്റക്കെട്ടായി നിൽക്കണം, ഒന്നായി നിൽക്കണം. എതിരാളികൾ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നത് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ യോഗ്യമാം വണ്ണം മാത്രം നടപ്പീൻ. അവിടെയും പൗലോസ് പറയുന്നതാണ്. അപ്പം നാം ക്രിസ്തുവിൻ്റെ ഉപദേശം, അടിസ്ഥാന ഉപദേശത്തിൽ സമർപ്പിക്കപ്പെട്ടിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു ശരീരത്തിലെ അവയവങ്ങളെപ്പോലെ ഒന്നായി ചേർന്നിരിക്കാൻ പറ്റൂ. ഇത് മനുഷ്യൻ കണ്ടുപിടിച്ചൊരു ഭാവനയല്ല, കർത്താവിൻ്റെ പ്രാർത്ഥനയാണ്, ദൈവഹിതമാണ്. അപ്പോൾ ഇത് സാധ്യമാണ്. ഈ ഐക്യത എങ്ങനെയാണ്? വചനത്തിൻ്റെ പരിജ്ഞാനത്താൽ. പലതരത്തിൽ വചനത്തെ വ്യാഖ്യാനിച്ചും പഠിപ്പിച്ചും ഒക്കെ കൊണ്ടു നടന്നാൽ ഒരിക്കലും ഇത് സാധിക്കില്ല. അടിസ്ഥാന ഉപദേശത്തിൽ ഒരു വിട്ടുവീഴ്ചയും ദൈവം അനുവദിക്കില്ല. രണ്ടാമത്, പൗലോസ് തന്നെ കൊരിന്ത് ലേഖനത്തിൽ എഴുതിയപ്പോൾ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതാണെങ്കിൽ ഇപ്പോൾ ഒരിക്കൽ കൂടെ വായിക്കട്ടെ. അവിടെ പറയുന്നത്, സഹോദരന്മാരെ നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുക. അതിലൊന്ന് ഊന്നൽ കൊടുക്കുക. ഒന്ന് തന്നെ സംസാരിക്കുക. അതൊരു കൽപ്പനയായിട്ടാണ് നൽകിയത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ ദൈവനെ വ്യക്തമായി പറയുന്നു. ഈ തിരുവഴുത്തിൽ പൗലോസ്, ദൈവവിശ്വാസിയനായ അപ്പോസ്തലനായ പൗലോസ് എഴുതുകയാണ്, കൊരിന്ത് സഭയിലുള്ളവരും പൗലോസും ഒന്ന് തന്നെ സംസാരിക്കണം. അതിൽ വിഭജനം പാടില്ല. വ്യത്യസ്ത ഉപദേശവുമായിട്ട് ഒരിടത്തിരിക്കാൻ പറ്റില്ല. ഒന്ന് തന്നെ സംസാരിക്കണം. ദൈവം എന്ത് പറയും? നമ്മുടെ അഭിപ്രായങ്ങളോ ആലോചനയോ ഇഷ്ടവും അല്ല ഇവിടെ വിഷയം. ദൈവം എന്ത് പറയുന്നു? എല്ലാവരും ഒന്ന് സംസാരിക്കണം. അടിസ്ഥാന വിഷയത്തിൽ ഒരഭിപ്രായം വേണം. ദൈവം പറയുന്നത് അതേപോലെ അംഗീകരിക്കാനുള്ള തയ്യാറാകണം, മനസ്സ് തയ്യാറാകണം. അപ്പോൾ ഒന്ന് തന്നെ സംസാരിക്കണം. ഭിന്നത ഭവിക്കരുത്. ഈ കാര്യത്തിൽ ഉപദേശ വിഷയത്തിൽ ഭിന്നത സഭയുടെ നടുവിൽ, ദൈവമക്കളുടെ നടുവിൽ ഉണ്ടാകരുത്. ദൈവം പറഞ്ഞിരിക്കുന്നതാണ്. നമുക്ക് അനുഗ്രഹമുണ്ടായില്ല, നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും അവകാശമില്ല വ്യത്യസ്ത ഉപദേശം നിൽക്കുന്ന രണ്ടുപേരുമായി ഒരുമിച്ചിരുന്ന്. അത് ഭാര്യ ഭർത്താവായാൽ പോലും വ്യത്യസ്ത ഉപദേശമുള്ള ആളെ പ്രാർത്ഥിക്കാൻ അനുവദിക്കരുത്. വചനവിരുദ്ധമാണത്. വീട്ടിൽ കയറ്റരുത്. വചനവിരുദ്ധമാണ്. നമ്മൾ വചനം കേൾക്കുക. ഒരു മനുഷ്യൻ്റെ അഭിപ്രായവുമല്ല, ദൈവവചനം എന്ത് പറയുന്നു കേൾക്കുക. എന്നോട് കർത്താവ് എന്ന് പറയുന്നവനുമല്ല, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാകട്ടെ. അപ്പോൾ ദൈവം വ്യക്തമായി നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. ഒന്ന് തന്നെ ഭവിക്കുക, ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഈ ഭിന്നത ഭവിക്കുക ഏക മനസ്സിലെ ഏക അഭിപ്രായത്തിൽ യോജിച്ചിരിക്കുകയും വേണം. യോജിപ്പുണ്ടാകണം. യോജിപ്പുണ്ടെങ്കിലേ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടോ. 1-2 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാനുണ്ട്. യോജിച്ചിരിക്കാത്ത സ്ഥലത്ത് കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവ് ഇവിടെ നിന്ന് പോകും. ആ കൂട്ടായ്മയിൽ നിന്ന് പോകും, വിളക്ക് കെട്ടുപോകും. യോജിച്ചിരിക്കണം. എവിടെ? എന്ത് കാര്യത്തിൽ? ഈ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും. ഒരു കാര്യത്തെ വിലയിരുത്തുന്നതിൽ ഒരേ അഭിപ്രായമായിരിക്കണം. തൽക്കാലം ഒന്നും പറയാതെ വ്യത്യസ്ത അഭിപ്രായം ഉള്ളി വെച്ചുകൊണ്ട് പുറത്തു പോയി മറ്റുള്ളവരോട് പറയരുത്. ആ വ്യക്തി സഭയ്ക്ക് ഭിന്നത
ഉണ്ടാക്കുന്ന വ്യക്തിയാവും. പക്ഷം പിടിക്കും പലരുടെയും. ഏകാഭിപ്രായത്തിൽ യോജിച്ചിരിക്കുകയും വേണം. അപ്പോൾ ദൈവ മക്കൾ, വിശ്വാസികൾ യോജിച്ചിരിക്കണമെന്ന് എന്തടിസ്ഥാനത്തിലാണ് പറയാൻ പറ്റുന്നത് ദൈവത്തിന്? വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ വചനം എല്ലാവരും എന്ത് ചെയ്യണം? ഒരുപോലെ മനസ്സിലാക്കണം. വചനം പറയുന്ന ഉപദേശം ഒരുപോലെ മനസ്സിലാക്കിയാലേ ഒരു വിഷയത്തിൽ അത് ഏക മനസ്സിൽ അതെന്താണെന്ന് നോക്കിക്കാണാനും അതിൽ യോജിക്കാനും കഴിയുമെങ്കിൽ വചന പരിജ്ഞാനം ഒരേപോലെ വേണം, ഒരേപോലെ സാധ്യമാണ്. നമ്മൾ പഠിക്കാത്തതിന് ദൈവത്തെ എന്തിനാണ് വഴി പറയുന്നത്? നമുക്ക് ദൈവം പഠിക്കാനും വായിക്കാനും ശരിക്ക് വിശകലനം ചെയ്യാനുമുള്ള താല്പര്യമില്ലാത്ത ദൈവം കുറ്റക്കാരനല്ല. വ്യത്യസ്ത അഭിപ്രായങ്ങളുമായിട്ട് ഒരു കൂട്ടായ്മയിൽ ഒരിക്കലും പറ്റില്ല. അത് മറ്റുള്ളവരും തിരിച്ചറിയണം. അപ്പോൾ ഒരുമിച്ചിരിക്കണം, അടിസ്ഥാന വിഷയങ്ങളിൽ ഒന്നായിരിക്കണമെന്ന് പ്രധാനമാണ്. മൂന്നാമത് കൂടെ ഒന്ന് സൂചിപ്പിച്ചിട്ട് നിർത്താൻ ബാക്കി അടുത്ത ദിവസം. പൗലോസ് തീത്തോസ് എന്ന് പറയുന്ന ശിഷ്യനെ എഴുതുമ്പോൾ, തീത്തോസിനെ എഴുതുന്ന സമയത്ത് പൗലോസ് ഉപയോഗിച്ചൊരു പ്രയോഗമുണ്ട്. തീത്തോസ് 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. പൗലോസ് പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസിന്. ഏത് വിശ്വാസം? പൊതുവിശ്വാസം. ഇപ്പോൾ പൗലോസ് തീത്തോസ് എഴുതുമ്പോൾ പറയുകയാണ് പൊതുവായൊരു വിശ്വാസമുണ്ട്. കോമൺ എന്ന് പറഞ്ഞാൽ ഏകവിശ്വാസം. രണ്ട് പൊതുവായിട്ടിരിക്കാൻ പറ്റില്ല. ഒരു നീളം കൂടിയതും നീളം കുറഞ്ഞതുമായ രണ്ട് തടിക്കഷ്ണം അതിനെ ഒരുമിച്ച് നിർത്താൻ പറ്റില്ല. ഒരേപോലെ നിൽക്കുമ്പോഴാണ് പൊതുവായത്. ഒന്നിച്ചിരിക്കണം. ഇപ്പോൾ പൗലോസ് ഇത് പറയുമ്പോൾ പൗലോസും തീത്തോസും ആർക്ക് വേണ്ടി എഴുതുന്ന ആ ക്രിസ്ത്യാനികൾക്കും അവർക്ക് എല്ലാവർക്കും ഉള്ളത് ഒരു വിശ്വാസം. വിശ്വാസം ഒന്ന് നമ്മൾ പഠിച്ചു, ഒരേ വിശ്വാസം. ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ എന്താണ്? ദൈവം അംഗീകരിക്കുന്ന വിശ്വാസമാണ്. അതുകൊണ്ടാണ് കർത്താവ് ആകുലപ്പെട്ടത്. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തും. ഓരോരുത്തരും അവിടെ സംഘടനയ്ക്കും അവരുടെ ഇഷ്ടത്തിനും അനുസരിച്ചുള്ള ഉപദേശങ്ങളും മറ്റു പലതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏകവിശ്വാസം, പൊതുവിശ്വാസം, ആ വിശ്വാസത്തിൽ വേണം ഐക്യത വരാൻ. വിശ്വാസം വചനത്താലാണ്. വിശ്വാസത്തിൽ വേണം ഐക്യത ഉണ്ടാകാൻ, വസ്ത്രത്തിലല്ല, കെട്ടിടത്തിലല്ല. ഇപ്പോൾ ബൈബിൾ ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ എങ്ങനെ നമുക്ക് പൊതുവായ വിശ്വാസം ഉണ്ടാകും? ഓരോരുത്തരും 10 പേരുള്ളിടത്ത് അല്ലെങ്കിൽ 100 പേരുള്ളിടത്ത് 100 പേർക്ക് 100 തരത്തിലുള്ള അഭിപ്രായമാണ് ഉപദേശ കാര്യത്തിൽ. ഒരിക്കലും ഐക്യതയില്ല. കാരണം ഒരു 100 പേരും വിശ്വാസത്തിലല്ല, അല്ലെങ്കിൽ 99 പേരും വിശ്വാസത്തിലല്ല. ഇപ്പം ദൈവം ആഗ്രഹിക്കുന്നത് പൊതുവായ വിശ്വാസം. ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ വ്യക്തമാണ്. പൊതുവായ വിശ്വാസം എന്ന പ്രയോഗം ദൈവം ഉപയോഗിച്ചത് തന്നെ വ്യക്തമാണ്. ബൈബിൾ ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയും. ബൈബിൾ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത് മാത്രമല്ല, ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ നമ്മുടെ മനസ്സ് ദൈവഹിതം തേടണം. ദൈവത്തിൻ്റെ വചനത്തിനും ആലോചനയ്ക്കും കീഴ്പ്പെടണം മനസ്സുണ്ടാകണം, സന്നദ്ധതയുണ്ടാകണം. അപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയും. എതിർക്കാൻ നോക്കിയാൽ, തർക്കിക്കാൻ നോക്കിയാൽ പിന്നെ കർത്താവിൻ്റെ സഭയ്ക്ക് തർക്കിക്കുന്ന സ്വഭാവമില്ല. തർക്കിക്കാൻ പാടില്ല. തർക്കിച്ചൊരു ആത്മാവിനെ നേടാൻ പറ്റില്ല. അത് ശരിയായ രീതിയല്ല. ഇപ്പോൾ ഈ വിഷയം നമുക്ക് തുടരേണ്ടതുണ്ട്. അടുത്ത ദിവസത്തെ നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നതാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മറക്കരുത്, ഇത് വളരെ പ്രധാനമാണ്. ഇന്ന് ലോകത്തിൽ കർത്താവിൻ്റെ പൂർത്തിയാകാത്തൊരു പ്രാർത്ഥന ഇങ്ങനെ നിൽക്കുകയാണ്. തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒന്നാകേണ്ടത്. ആ ഒന്നാകലും നിങ്ങളും ഞാനും തടസ്സമാണോ? ഒന്ന് ചിന്തിച്ച് നോക്കുക. ക്രിസ്തു പ്രാർത്ഥിച്ച ഐക്യതയ്ക്ക് നിങ്ങളും ഞാനും തടസ്സമായി നിൽക്കുന്നുണ്ടോ? നമ്മുടെ സ്വാർത്ഥത, സാഠ്യം, ദുരഭിമാനം അതൊന്ന് മാറ്റിക്കളയുക. വചനത്തെ ശരിക്കും ഗ്രഹിക്കുക, മനസ്സിലാക്കുക. ദൈവം കൃപ തരട്ടെ. തുടരാം അടുത്ത പഠനത്തിൽ. താങ്ക് യു.